ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ച് നോക്കാം. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് റിബ്ഡ് സ്പൈഡർ വെബ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കാം. ചെയ്തു വരുമ്പോൾ ഇങ്ങനത്തെ ലുക്കായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കണം. ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിളിനെയാണ് ഈ സ്റ്റിച്ച് മൊത്തം ചെയ്യാൻ പോണത്. അപ്പോൾ സർക്കിൾ വരച്ചാൽ മാത്രം പോരാ, അതിൻ്റെ സെൻറ്ററും കൂടെ നമുക്ക് വേണം. ഈ സെൻറ്റർ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഒരു കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒരു കോമ്പസ് ഉപയോഗിച്ച് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അതുപോലെ വരച്ചെടുത്തതാണ് ഈ സർക്കിൾ. ഈ സർക്കിളിൻ്റെ ചുറ്റും ഓരോ ഡോട്ട്സ് ഇടാം. അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇടാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. വല്ലാണ്ട് അടുപ്പിച്ചിടണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. എല്ലാതും ഏകദേശം ഒരേ ദൂരത്തിൽ കിടക്കണം. ഇപ്പം ഞാനിതിനകത്ത് ഇട്ടേക്കണത് 9 ഡോട്ട്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9. എന്നിട്ട് ആ ഡോട്ട്സൊക്കെ സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തതെന്നുള്ളൂ. ആ ഡോട്ട്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ലൈനുകളാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ അതിനെ നമ്മൾ മൊത്തം സ്റ്റിച്ച് വെച്ചിട്ട് മൊത്തം റൗണ്ട് ചെയ്തെടുക്കും. അപ്പോൾ മൊത്തം ഈ സ്റ്റിച്ച് കൊണ്ട് കവർ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്ക് കിട്ടും. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടുകയാണെങ്കിലാണ് അതിങ്ങനെ ചുറ്റും ചുറ്റും റൗണ്ട് ചെയ്ത് നല്ല ഭംഗിയിൽ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്യാം. ഈ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ സർക്കിളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ സർക്കിൾസ് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി സൂചിമേ നൂല് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ നൂലാണ് എടുക്കുന്നത്, സാധാരണ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ബ്രാൻഡഡ് കോട്ടൻ്റെ. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോണത് ഈ സെൻറ്ററിൽ നിന്നാണ്. അപ്പം നമുക്ക് തുടങ്ങാം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സൂചി മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ചെയ്യാനുള്ളത് ഈ ഡോട്ട്സിലേക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും സെൻറ്ററിൽ നിന്ന് സൂചി മേലേക്ക് കൊണ്ടുവരാം. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡോട്ടിലേക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെ ചുറ്റും എല്ലാ ഡോട്ട്സും ജോയിൻ ചെയ്തെടുക്കാം. വീണ്ടും സെൻറ്ററിൽ കൂടെ കൊണ്ടുവരാം. അടുത്ത ഡോട്ട് ജോയിൻ ചെയ്യാം. ഇത് പുറകിൽ നമുക്ക് സെക്യൂർ ചെയ്യാം നോട്ട് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് ഒരു കളർ ഉപയോഗിച്ചിട്ടാണ്, വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം സ്റ്റിച്ചും സെയിം കളർ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നടുക്കിൽ വൈറ്റും പിന്നെ ചുറ്റും വേറെ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇപ്പോൾ 3 കളറോ 4 കളറോ ഉപയോഗിച്ച് ചെയ്യാം. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ആദ്യം ഈ സെൻറ്റർ ചെയ്യാൻ പോണത് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ്. കുറച്ച് ഭാഗം മാത്രം വൈറ്റ് കളർ ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നീഡിൽ ഇങ്ങനത്തെ നീഡിലാണ്. ഇതിന് ടാപ്പസ്ട്രി നീഡിൽ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നീഡിൽ പോലെ അത്ര ഷാർപ്പായിരിക്കില്ല ഇതിൻ്റെ ടിപ്പ്. ഇതൊരു ബ്ലണ്ട് ടൈപ്പ് ടിപ്പായിരിക്കും. ഇതിന് അത്ര ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ തുണിമേ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ അടിക്കൂടെ ഓരോ ത്രെഡിൻ്റെ അടിയിൽ കൂടെ സൂചി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് തുണിമേ പിടിക്കാതെ
ഇത് ഹെൽപ്പ് ചെയ്യും. ഷാർപ്പായിട്ടുള്ള നീഡിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് തുണിയുമ്പോൾ കയറി സ്റ്റക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ നീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ പറയുന്നത് ടാപ്പസ്ട്രി നീഡിൽ എന്നാണ്. ഇതിൻ്റെ ഐയും വലിയ ഐ ആയിരിക്കും, വലിയ ഹോളായിരിക്കും. പക്ഷേ അതിൻ്റെ ടിപ്പ് മാത്രം അത്ര ഷാർപ്പായിരിക്കില്ല, ബ്ലണ്ട് ടിപ്പായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ ഓൾറെഡി ത്രെഡ് കോർത്ത് വെച്ചിട്ടുണ്ട്, നോട്ടിട്ട് വെച്ചിട്ടുണ്ട് അടിയിൽ. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോണത് ഏതെങ്കിലും ഇങ്ങനത്തെ 2 ലൈൻസിൻ്റെ ഇടയിൽ നിന്ന് സെൻറ്ററിൻ്റെ തൊട്ടടുത്തുനിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടിയിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അടിയിൽ നിന്ന് സൂചി മേലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് സെൻറ്ററിനോട് ചേർത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്തു പോകാൻ പോകുന്നത്, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനാദ്യം നമ്മൾ ബാക്കിലേക്ക് വരണം. ബാക്കിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കാണുന്ന ത്രെഡിൻ്റെ അപ്പുറത്തേക്കൂടെയാണ് ഞാൻ നൂല് വലിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മീതേക്കൂടെ ഇങ്ങനെ എടുത്ത് ആ ത്രെഡിൻ്റെ അടിയിൽ കൂടെയും പിന്നെ നെക്സ്റ്റ് ത്രെഡിൻ്റെയും കൂടെ അടിയിൽ കൂടെ ആദ്യത്തെ സ്റ്റിച്ച് എടുക്കണം. അപ്പോൾ എങ്ങനെ എടുക്കണ്ടേ? ആദ്യം നമ്മൾ ഏതെങ്കിലും 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ സെൻറ്ററിൻ്റെ അടുത്തേക്കൂടെ നൂല് വലിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിക്ക് മുന്നേ ബാക്കിലേക്ക് ഒന്ന് പോയിട്ട് വേണം ഫ്രണ്ടിലേക്ക് എടുക്കാൻ. അപ്പോൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ നൂലും കൊണ്ട് നമ്മൾ ഈ കാണുന്ന ത്രെഡിനെ കവർ ചെയ്യാൻ പോവാണ്, റൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ നീഡിലെടുക്കുക. ഒപ്പം തന്നെ തൊട്ട് മുമ്പിലേക്കുള്ള ഒരു ത്രെഡിൻ്റെയും കൂടെ അടിയിൽ കൂടെ നീഡിലെടുക്കണം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലൈനിനെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി വീണ്ടും ഈ നെക്സ്റ്റ് കാണുന്ന ഇപ്പോൾ നൂല് നിൽക്കുന്നത് ഇവിടെയാണ്, ഈ ത്രെഡിൻ്റെ തൊട്ടപ്പുറയാണ് നമ്മുടെ നൂല് നിൽക്കണേ. അപ്പോൾ ഈ ത്രെഡിനെ ഒന്ന് റൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ അടിയിൽ കൂടെ നീഡിലെടുക്കുക. ഒപ്പം തന്നെ തൊട്ട് മുന്നോട്ടേക്കുള്ള ത്രെഡിൻ്റെയും കൂടെ അടിയിൽ കൂടെ നീഡിലെടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ സ്റ്റിച്ചിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്നിട്ട് ഓരോ പ്രാവശ്യം ഇതൊന്ന് സെൻറ്ററിലേക്ക് അടുപ്പിച്ച് ഈ സ്റ്റിച്ചിനെ വയ്ക്കുക. ഇപ്പം നമ്മളുടെ നൂല് നിൽക്കുന്നത് ഈ ത്രെഡിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഈ ത്രെഡിനെ ഒന്ന് കവർ ചെയ്യണ രീതിയിൽ ഇതിൻ്റെ മീതേക്കൂടെ ഇങ്ങനെ ത്രെഡ് എടുത്ത് ഈ സൂചി ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെയും തൊട്ട് മുമ്പിലത്തെ ത്രെഡിൻ്റെ അടിയിൽ കൂടെയും കൂടെ എടുക്കുക. അങ്ങനെ മൊത്തം 2 ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മൾ സൂചി എടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഓരോ കുഞ്ഞ് സ്റ്റിച്ചുകളായിട്ട് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. വീണ്ടും ചെയ്യേണ്ടത് അത് തന്നെ. വീണ്ടും ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കണേ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്കൂടെ അതിൻ്റെ മേളിക്കൂടെ നൂലെടുത്ത് അതിൻ്റെ അടിക്കൂടെയും തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ 2 ത്രെഡിൻ്റെ അടിക്കൂടെ സൂചി എടുത്ത് വലിക്കണം. ഇതങ്ങനെയാണ് ചെയ്തു പോവുക. അങ്ങനെ ഒരു പ്രാവശ്യം അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. വീണ്ടും ഞാൻ 2 എണ്ണത്തിൻ്റെ അടിക്കൂടെ സൂചി എടുത്തു. ഇപ്പം നമ്മൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു സ്റ്റിച്ച് ഒരു റൗണ്ട് ഒരു സർക്കിൾ ഫോം ചെയ്തത്. അപ്പോൾ അത് ശരിക്കെല്ലാം നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഈ സൂചി ഉപയോഗിച്ചിട്ട് ഒന്ന് സർക്കിളാക്കി ഒന്ന് ശരിക്കും സെൻറ്ററിലേക്ക് ഒന്ന്
അടുപ്പിച്ച് വയ്ക്കുക, സർക്കിൾ ഫോം ചെയ്യണ രീതിയിൽ. എന്നിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് തുടർന്ന് പോവാം. അപ്പോൾ എവിടെയാണോ നമ്മുടെ ത്രെഡ് നിൽക്കണേ അതിൻ്റെ തൊട്ടടുത്തേക്ക് കൂടെ വേണം എടുക്കാനായിട്ട്. നമ്മുടെ സൂചിമേലുള്ള ത്രെഡ് എവിടെയാണ് നിൽക്കണേ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 ലൈൻ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മീതെ കൂടെ കവർ ചെയ്ത് പോകണം, പിന്നെ 2 എണ്ണത്തിൻ്റെ അടിയിൽ കൂടെ പോകണം. ഇവിടെയാണ് വന്ന് എൻ്റെ ത്രെഡ് നിൽക്കുന്നത്, ഇവിടെയാണ്. അപ്പോൾ തൊട്ടിപ്പുറത്തേക്ക് കൂടെ 2 സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. അങ്ങനെ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ രണ്ടാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാത്തിനുമേ 2 റൗണ്ട് വെച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. 1 2 1 2 1 2 1 2 1 2 അങ്ങനെ എല്ലാ ചുറ്റും 2 എണ്ണം വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് നോക്കുമ്പോൾ സർക്കിളല്ല, ഇത് ഭംഗിയിൽ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചസിനെയൊക്കെ ഈ സൂചി ഉപയോഗിച്ചിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് സർക്കിളാക്കി നിർത്തണം. അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഞാൻ തൽക്കാലം ഇനി ഈ വൈറ്റ് കൊണ്ടുള്ളത് നിർത്താൻ പോവാണ്. ഇനി ഞാൻ വേറെ കളറാണ് ഉപയോഗിക്കാൻ പോണേ. അപ്പോൾ നിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ എടുക്കുകയാണ്. എന്നിട്ടത് നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സൂചി താഴത്തേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ടിപ്പുറത്ത് നിന്ന് തുടങ്ങണം. ഈ ത്രെഡിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് തുടങ്ങാം. വീണ്ടും നമ്മുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അപ്പോൾ എവിടെയാണോ നമ്മുടെ നൂല് നിൽക്കണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ലൈനിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അടിയിൽ കൂടെ സൂചി എടുക്കുക. അതുപോലെ തന്നെ തൊട്ട് മുൻപിലത്തെ ത്രെഡിൻ്റെ അടിയിൽ കൂടെയും കൂടെ സൂചി എടുക്കുക. വീണ്ടും അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഫുള്ള് റൗണ്ട് എത്തണ വരെ ഇതേപോലെ ഫോളോ ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ആകെ ഇതൊന്ന് ഷേപ്പിലാക്കി വെക്കുക, നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിലൊന്ന് പുഷ് ചെയ്ത് വെക്കുക. ബാക്കി ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി.
എവിടെയെങ്കിലും ഭംഗിയില്ലാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി സർക്കിളായിട്ട് നിർത്താം. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. ഇവിടെ സൂചി താഴത്തേക്ക് വലിക്കാൻ പോവാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം. ഇതിനെ ബാക്കിൽ ഒരു നോട്ട് ഇട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിബ്ഡ് സ്പൈഡർ വെബ് സ്റ്റിച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.